ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയാണ്. ബഹുമാനപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇബ്നു അബ്ബാസേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കേണ്ട നമസ്കാരമാണ് ഞാൻ ഈ പറയുന്നതായ തസ്ബീഹ് നിസ്കാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തസ്ബീഹ് നിസ്കാരം പകലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ 4 റക്അത്ത് നമുക്ക് നിസ്കരിക്കാം. പൂർണ്ണമായിട്ട് തന്നെ ഒറ്റ നിയ്യത്തിൽ നിസ്കരിക്കാം. രാത്രിയിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഈ രണ്ട് റക്അത്ത് വീതം നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരം എത്ര റക്അത്താണ്? 4 റക്അത്താണ്. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അങ്ങനെ നിയ്യത്ത് ചെയ്യാം. തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അങ്ങനെയും നിയ്യത്ത് ചെയ്യാം. ഏതുപോലെ നമ്മൾ തറാവീഹിനും ഇതേ 2 നിയ്യത്തും ചെയ്യലുണ്ട്. തറാവീഹിന്റെ 2 റക്അത്ത് സുന്നത്ത്, അല്ലെങ്കിൽ തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത്, രണ്ടും പറ്റും. ഈ 2 രീതിയിൽ ഇതിൽ ഓരോന്നിലും ഓതേണ്ട സൂറത്തുകളുണ്ട്. അത് പഠിച്ചു വെച്ചാൽ വലിയ കൂലിയാണ്, ചെയ്താൽ അതിനേക്കാൾ പ്രതിഫലമാണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു തകാസുർ ഫാത്തിഹയ്ക്ക് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് ആദ്യ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വളരെ ചെറിയ സൂറത്താണ്. മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. 4 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ഈ 4 സൂറത്തുകൾ ഓതിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തസ്ബീഹ് നിസ്കരിക്കേണ്ടത്. ഇനി ഒരാൾക്ക് ഇതൊന്നും അറിയില്ല എങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് തന്നെ നിസ്കരിക്കും. അയാൾക്ക് അറിയാവുന്ന സൂറത്ത് ഓത്. നിസ്കാരം എന്തായാലും ഒഴിവാക്കണ്ട. ഓരോ റക്അത്തിലും സുന്നത്തായ സൂറത്തുകളാണ് ഈ പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കേണ്ടതാണ്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ നിദാനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കുക, പറ്റുമെങ്കിൽ വർഷത്തിൽ ഒരിക്കലും നിസ്കരിക്കുക, അതിനേക്കാൾ കൂടുതൽ പറ്റുമെങ്കിൽ മാസത്തിൽ ഒരിക്കലും നിസ്കരിക്കുക, അതിലും കൂടുതൽ സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ 1 നിസ്കരിക്കുക, അതിലും കൂടുതൽ പറ്റുമെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നിസ്കരിക്കണം. തസ്ബീഹ് നിസ്കാരം പറഞ്ഞാൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കേണ്ടതാണെന്ന് പ്രവാചകൻ പറഞ്ഞ നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അത്ര മഹത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 300 തസ്ബീഹാണ് ആ നിസ്കാരത്തിൽ പൂർണ്ണമായി 4 റക്അത്ത് നിസ്കരിച്ചു കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 300 എണ്ണം ചൊല്ലിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വെക്കാൻ തന്നെ കാരണം. അവൻ നിയ്യത്ത് ചെയ്തു, തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു, കൈകെട്ടി വജ്ഹത്ത് ഓത്, ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു തകാസുർ ആദ്യത്തെ റക്അത്തിൽ അൽഹാകുമുത് തകാസുർ ഓതി ശേഷം 15 പ്രാവശ്യം നൃത്തത്തിൽ തന്നെ കൈകെട്ടി നിന്നുകൊണ്ട് റുകൂഇന് മുമ്പായി ഫാത്തിഹ സൂറത്തിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 15 പ്രാവശ്യമാണ് അവിടെ. ഇനിയുള്ള ഓരോ സ്ഥലത്തും റുകൂയിലും ഏത്തിദാലിലും ഒക്കെ ഇനി 10 പ്രാവശ്യമാണ്. ഒരു റക്അത്തിൽ 75 തസ്ബീഹ് കിട്ടണം. എണ്ണം എങ്ങനെ പിടിക്കും? നമ്മൾ കൈകെട്ടി നിൽക്കാൻ
ചിലരിങ്ങനെ വിരലിങ്ങനെ വെച്ചിട്ട് അങ്ങനെ 3 അനക്കം അനങ്ങിയാൽ തീർന്നു. 3 അടക്കം തുടർച്ചയായിട്ട് വന്നാല് ശാഫി മതപ്രകാരം നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പതുക്കെ കൈ ഇങ്ങനെ വെച്ചിട്ട് ആ വിരല് ഓരോന്നും ചെറുവിരൽ മുതൽ പതുക്കെ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. നമ്മളിങ്ങനെ കൈ വെച്ചിട്ടുണ്ട് ഓൾറെഡി, അതൊന്ന് ശരീരത്തിലേക്ക് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവും. ഇതിങ്ങനെ പതുക്കെ ഒന്ന് ആവർത്തിച്ചാൽ നല്ലതുപോലെ ശ്രദ്ധ കൊടുത്താൽ റാഹത്തായിട്ട് എണ്ണം പൂർത്തീകരിക്കാൻ പറ്റും. തസ്ബീഹ് ഒന്നും പിടിക്കണ്ട, വിരല് പുറത്തോട്ടൊന്നും കൊണ്ടുവരണ്ട, കൈ ഒന്നും മാറ്റണ്ട, ഒന്നും വേണ്ട. അങ്ങനെ തന്നെ ചെല്ലി 15 എണ്ണം പൂർത്തീകരിക്കാം. പിന്നെ റുക്കോയിലേക്ക് പോവാൻ അല്ലാഹു അക്ബർ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി 3 പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം 10 വട്ടം അവിടെ തസ്ബീഹ് ചൊല്ലണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇഅ്തിദാൽ സമി അല്ലാഹു ലിമൻ ഹമിദ അവിടെ ചൊല്ലേണ്ട ദിക്റിന് ശേഷം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. അത് കഴിഞ്ഞതിന് ശേഷം 10 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ നേരെ സുജൂദിലും അവിടെ ചെല്ലേണ്ട ദിക്റിന് ശേഷം 10 പ്രാവശ്യം. പിന്നെ ഇടയിലുള്ള ഇരുത്തം അവിടെയുള്ളതാകുന്ന ദിക്റിന് ശേഷം 10 വട്ടം. അടുത്ത സുജൂദ് അവിടെ ചെല്ലേണ്ട ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇപ്പൊ മൊത്തം എത്രയായി? എണ്ണം എത്രയായി? തസ്ബീഹിന്റെ എണ്ണം എത്രയായി? 65 ഇപ്പൊ വന്നിരിക്കുന്നത്. നൃത്തത്തിൽ 15, റുക്കൂയിൽ 10, എത്രയായി? 25. ഇഅ്തിദാലിൽ 35, സുജൂദിൽ 45, ഇടയിലെ ഇരുത്തത്തിൽ 55, അടുത്ത സുജൂദിൽ 65. ഇനി ഒരു 10 കൂടി വേണം. അത് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ നൃത്തത്തിലേക്ക് വരുമ്പോ 1ാമത്തെ റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ 3ാമത്തെ റക്അത്തിൽ നിന്ന് 4ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോഴും ഒക്കെ ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നമുക്ക് സുന്നത്തുണ്ട് ഷാഫി മദ്ഹബിൽ. ഏതാ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം? ഒരു ചെറിയ ഒരു ഇരുത്താണ്. ഒരുപാട് ദീർഘിപ്പിക്കാൻ പാടില്ല. ആ ഇരുത്തത്തിൽ ഒരു 10 എണ്ണം ചെല്ലണം. ആ ഇരുത്തത്തിന് വേണ്ടി നീ എങ്ങനെ ഇരിക്കണം? അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഈ തക്ബീർ എന്തിന്റെ തക്ബീറാണ്? നൃത്തത്തിന് വേണ്ടിയുള്ള തക്ബീറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം ഇനി നൃത്തത്തിലേക്ക് പോകുമ്പോ തക്ബീർ ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കണം. മസലയാണ് ഈ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചാലേ തിരിയുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ 1ാമത്തെ റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ് എഴുന്നേൽക്കാറുള്ളത്. നീട്ടി ചെല്ലും. അല്ലാഹു അക്ബർ എന്ന് തക്ബീറിൽ വരലാണ്. ആ തക്ബീർ ഇപ്പൊ ചൊല്ലിക്കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്ന് 10 പ്രാവശ്യം വേഗം തന്നെ തസ്ബീഹ് ചെല്ലണം. ചെല്ലി തീർത്തിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ എന്തില്ല? തക്ബീർ ഇല്ല. ചിലരവിടെ ചെല്ലാറുണ്ട്. അത് തെറ്റാണ്. കാരണം ആ തക്ബീർ ഓൾറെഡി അവിടെ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമേ ചെല്ലി ഇവിടെ ചെല്ലിയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ തക്ബീർ ചൊല്ലിയത്. ഇനി എഴുന്നേറ്റ് നേരെ വന്നിട്ട് കൈ കെട്ടുക. 2ാമത്തെ റക്അത്ത് കൈ കെട്ടിയതിനു ശേഷം ഫാത്തിഹ സൂറത്ത്. ഏതാ ഇപ്പൊ 2ാമത്തെ റക്അത്തിലെ സൂറത്ത് ഏതാ? വൽ അസ്ർ സൂറത്ത് ഓതിയിട്ട് വീണ്ടും 15 എണ്ണം ചെല്ലുക. നൃത്തത്തിൽ 15 ആണ്. പിന്നെ റുക്കൂയിൽ അവിടെ ചെല്ലേണ്ട ദിക്റിന് ശേഷം 10, ഇഅ്തിദാലിൽ അവിടെ ചെല്ലേണ്ടതിന് ശേഷം വീണ്ടും 10, സുജൂദിൽ അവിടെ ചെല്ലേണ്ടതിന് ശേഷം വീണ്ടും 10. അങ്ങനെ ഓരോന്നിലും കഴിഞ്ഞ് അവസാനം അത്തഹിയ്യാത്ത് എത്തി. 2 റക്അത്ത് കഴിയുമ്പോൾ സലാം വീട്ടാൻ പോവാൻ. അങ്ങനെ അത്തഹിയ്യാത്തിൽ വന്ന് ഇരുന്ന് അല്ലാഹു അക്ബർ എന്ന് വന്നു ഇരുന്നാൽ അത്തഹിയ്യാത്ത് ഓതുന്നതിന് മുമ്പ് 10, അത്തഹിയ്യാത്ത് ഓതുന്നതിന് മുമ്പ് 10 വട്ടം. എന്നിട്ട് അത്തഹിയ്യാത്ത് ഓതിയതിന് ശേഷം സലാം വീട്ടുക. പ്രത്യേകം മനസ്സിലാക്കണം. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അവിടെ ചെല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷമായിരുന്നു 10. അത്തഹിയ്യാത്തിൽ വന്നിരുന്നാൽ അതിന് മുമ്പായി തന്നെ എന്ത് ചെയ്യണം? 10 പ്രാവശ്യം ചൊല്ലിയിട്ട് അത്തഹിയ്യാത്ത് ഓതിയിട്ട് വേണം സലാം വിട്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ 2 റക്അത്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ വീണ്ടും 2 റക്അത്ത് തസ്ബീഹിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു. വീണ്ടും നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈ കെട്ടുന്നു, വജ്ഹത്ത് ഓതുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 3ാമത്തെ റക്അത്താണല്ലോ ഓതുന്നു. അവിടെ ഓതിന്റെ സൂറത്ത് കഴിഞ്ഞിട്ട് 15 റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലുള്ള ഇരുത്തം, അടുത്ത സുജൂദ് ഒക്കെ ഓരോ ദിക്റുകൾക്ക് ശേഷം വീണ്ടും 10. വീണ്ടും തക്ബീർ ചൊല്ലി ഇരിക്കുന്നു. ആ ഇരുത്തത്തിൽ വേഗം എന്ത് ചെയ്യുക? 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുന്നു. വീണ്ടും അവിടുന്ന് തക്ബീർ ചെല്ലാതെ എഴുന്നേറ്റ് നേരെ വന്ന് കൈകെട്ടി അടുത്ത ഫാത്തിഹ സൂറത്ത് 15. പിന്നെ അതിനുശേഷം വീണ്ടും റുക്കോയിൽ 10. അങ്ങനെ ഓരോന്ന് തുടർത്തിക്കൊണ്ടുവന്ന് അത്തഹിയ്യാത്തിൽ വന്ന് ഇരുന്നതിന് ശേഷം ഉടനെ തന്നെ 10 വട്ടം ദിക്ർ ചൊല്ലി അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടണം. അതാണ് നിസ്കാരത്തിന്റെ രൂപം.